അപ്പോൾ ഗുരുവായൂരത്തെ ക്ഷേത്ര സന്ദർശനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സംഭവം വളരെ വലിയ വിഷയമായിട്ടുണ്ട്, പക്ഷേ കോമഡിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം എടുത്ത പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ നിർബന്ധിച്ച് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ എന്താണ് ഗുരുവായൂരത്തെ വിഷയം? അതെ, ഒരു VIP ഗുരുവായൂർ ദർശനത്തിന് വരാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താ അങ്ങനെ വന്നൂടെ എന്ന്, അല്ലേ? അതെ, അതിനെന്താ, ഗുരുവായൂർ അമ്പലത്തിൽ ഏത് VIP മാരും വരും. VIP മാർ വരുമ്പോൾ ആൾക്കാർ കൂടും, അയാളെ ഫോട്ടോ എടുക്കും. ഇനി VIP മാർ ആര് വന്നാലും അത് സാധാരണക്കാരെ ഭക്തരെയാണെന്ന് തോന്നിക്കാറ്. അതാണ് പതിവ്. ശ്രീ നരേന്ദ്രമോദിയുടെ സന്ദർശനം പോലും അത്തരം വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന ഈ VIP ഉണ്ടല്ലോ, ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പിന്നെ എന്താണ് വിഷയമല്ലേ? അയാളുടെ ഫോട്ടോ എടുത്ത ഒരാൾ ഉപദ്രവിച്ച് അയാൾ പകർത്തിയ ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്യിക്കുന്നുണ്ട്. എന്തായിരിക്കും അതിന് കാരണം? അതെ, വന്നത് ബഹുമാനപ്പെട്ട മുഖ്യൻ ശ്രീ പിണറായി വിജയന്റെ മകനാണ്. അതാണ് കാരണം. അതിനെനിക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടായി. ദൈവത്തെ അങ്ങനെ വിശ്വസിക്കുന്ന ഏർപ്പാടുണ്ടായില്ല. അതങ്ങനെയാണ്. അതെ, ദൈവങ്ങളിൽ വിശ്വാസമില്ലാത്ത, സ്വന്തം മണികളുടെ വിശ്വാസങ്ങളെ പോലും ചോദ്യം ചെയ്യാറുള്ള, നേതാക്കന്മാരുടെ വീട്ടിൽ നടത്തിയ പൂജകളിൽ എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന, മിത്ത് പ്രസ്താവനകൾ നിരന്തരം ഉയർത്തിയ, എന്തിന് ആ വിളക്കിരിക്കുന്ന സ്ഥലത്താണോ നിങ്ങളുടെ ദൈവം ഇരിക്കുന്നതെന്ന് പച്ചയ്ക്ക് ചോദിച്ച വ്യക്തിയുടെ മകൻ. അതെന്താ, അവർക്ക് വിശ്വാസം പാടില്ല എന്നൊരു ചോദ്യം പലരും ഉയർത്തും. അതെ, വിശ്വാസമൊക്കെ ഉണ്ടായിക്കോട്ടെ, അത് ഫോട്ടോ എടുത്തതിന് എന്തിനു എതിർക്കണം? അയാളെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ട് ഫോട്ടോ എടുത്ത ആളുടെ വാക്കുകളാൽ പറയുകയാണെങ്കിൽ ഒരു മാലമോഷ്ടാവിനെ പോലെ ഓടിച്ചിട്ട് പിടിച്ച് ഡിലീറ്റ് ചെയ്യിക്കാനുള്ള സാഹചര്യം എന്താണ് അവിടെ ഉണ്ടായത്? അതെ, അവിടെയാണ് പണ്ട് ശ്രീനിവാസൻ പറഞ്ഞു വെച്ച കഥാപാത്രത്തിന്റെ ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത്. അതെ, പറയുന്നതൊന്ന് ചെയ്യുന്നത് മറ്റൊന്ന്, പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിട്ട് ദൈവത്തെ തൊഴാൻ പോകും. അതെ, അവരുടെ മക്കൾ അമ്പലത്തിൽ പോകും, അവരുടെ മക്കൾ സ്വാശ്രയ കോളേജിൽ പഠിക്കും, കമ്പ്യൂട്ടർ ഉപയോഗിക്കും, വിദേശ പഠനം പൂർത്തിയാക്കും. അവർ കൊടി പിടിക്കാറില്ല, തെരുവിൽ ജലപീരയ്ക്ക് മുന്നിൽ കാണാറില്ല, ചെഗുവരയുടെ ചിത്രം പച്ചകുത്തില്ല, ചുവപ്പ് മുണ്ടെടുക്കില്ല. ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കും. കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ പറഞ്ഞതുപോലെ തന്നെ കൂലിപ്പണിക്കാരന്റെ മക്കള് ഇന്ന് കോടീശ്വരന്മാരായ കഥയാണിത്. നിങ്ങൾ അണികൾ അവരുടെ ന്യായീകരണ തൊഴിലാളികളായിട്ട് തന്നെ തുടരുക തന്നെ ചെയ്യണം. തക്ക ശിക്ഷ ദൈവം കൊടുക്കും. ഞാൻ പറയാണ്, അയ്യപ്പൻ കൊടുക്കും. പിന്നെ അവിടുത്തെ